നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സഭ അത് പ്രതിപക്ഷത്ത് വരികയും വി.ഡി. സതീശൻ അല്ലെങ്കിൽ ഈ മുൻപ് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരണപക്ഷത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ കാലത്തിന്റെ കാവ്യനീതിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും പ്രതിപക്ഷ അംഗങ്ങൾ അല്ലെങ്കിൽ LDF നേതാക്കന്മാർ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നേതാക്കന്മാർ മാത്രമല്ല, നേതാക്കന്മാരുടെ ഹുങ്കുകൊണ്ട് സാധാരണ പ്രവർത്തകരെ തല്ലി ചതച്ചവരും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. അതിന്റെ ആദ്യ പടിയൊന്നോണമാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടത്തിയ ആ തല്ലുകൊള്ളിത്തരമില്ലേ. ആ തല്ലുകൊള്ളിത്തരത്തിന് തല്ലുകൊണ്ട് തലപിളർന്ന തോമസ് തന്നെ ഇറങ്ങി സല്യൂട്ട് അടിപ്പിക്കുന്ന ആ ഒരു നീക്കം. നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധക്കാരുടെ തല അടിച്ചു പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച തിരിച്ചടി ലഭിക്കുന്നു. അന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് ന്യായീകരിച്ച ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. നിലവിലെ ആലപ്പുഴ MLA AD തോമസിനെ തെരുവിലിട്ട തല്ലിയ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുന്നതോടുകൂടി ആഭ്യന്തര വകുപ്പിലെ ഈ ഗുണ്ടായിസം നടത്തിയവർ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള സാധ്യത ഏറുകയാണ്. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതേ അടികൊണ്ട് തോമസ് തന്നെ ഇവിടെ ഈ ആഭ്യന്തരമന്ത്രിയായി വരികയാണെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനേക്കാൾ കളർഫുള്ളായ സ്ക്രീൻ മറ്റെന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? എന്തായാലും മനോരമ ന്യൂസ് ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മർദ്ദനത്തിൽ വീഴ്ചയില്ല എന്നും അത് വെറും ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നും പറഞ്ഞ് പഴയ സർക്കാർ ഈ ഒരു കേസിനെ അന്വേഷണം തള്ളി മാറ്റുകയും ഈ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് AD തോമസ് ഉടൻ പരാതി നൽകാൻ നീങ്ങുന്നത്. മർദ്ദനമേറ്റവരുടെ പ്രതീകമായാണ് താൻ ആലപ്പുഴയിൽ മത്സരിച്ചതെന്നും പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ജനവിധിയാണ് തന്നെ തേടി എത്തിയതെന്നും തോമസ് പ്രതികരിച്ചു. അവരോട് വ്യക്തിപരമായ വിരോധമില്ല, കണ്ടാൽ ചായ കുടിക്കും, പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നാണ് തോമസ് പറയുന്നത്. 2023 നടന്ന നവകേരള യാത്രക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസം തന്നെയാണ്. ആ കാഴ്ച ഒരു കാരണവശാലും ആർക്കും പറയാൻ കഴിയില്ല. സത്യത്തിൽ ഇവിടുത്തെ അമ്മമാർ ആ ദൃശ്യം കണ്ട് തോമസിന് തന്റെ മക്കളാണ് അല്ലെങ്കിൽ മകനാണ് അവിടെ എന്ന് ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അമ്മമാരെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാന്മാർ എക്സ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി തകർത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം പിന്നാലെ വന്ന ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണ് എന്നും ചോദ്യത്തിന് അന്ന് ആരും മറുപടി പറഞ്ഞിരുന്നില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്നു തന്നെ വീശി അടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നത് വലിയ ചട്ടലംഘനം ആയിരുന്നു. ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടുകൂടി ഈ ഉദ്യോഗസ്ഥർക്ക് ആരും തന്നെ ചോദിക്കാനില്ല എന്ന ധാരണയായി മാറി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് MLA ആയി സഭയിലെത്തുകയും ചെയ്തതോടുകൂടി കഥ മാറി. സ്വന്തം പദവി മറന്ന ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാന്മാർക്ക് ഇനി കാക്കി ഊരി വീട്ടിലിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ഈ ബസ്സിനു നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടയിലാണ് ഗൺമാൻ കാറിൽ നിന്നും വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിൽ അടിച്ചത്. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച സുരക്ഷയൊരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്ന് ഇറങ്ങിയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. സന്ദീപ് ഉൾപ്പെടെ എക്സ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പം കൂടി. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്നത് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഈ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന ഗുരുതരമായ ചട്ടലംഘനവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുന്നതിനെ ആശ്രയിച്ച് പോലീസ് ആസ്ഥാനം മുതൽ ലോക്കൽ സ്റ്റേഷനുകൾ വരെ വിപുലമായ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടുകൂടി ADGP മുതൽ SI റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ
കാര്യത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കസേരകൾ ഉറപ്പിക്കാനുള്ള തിരക്കിട്ട ചടുവലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോഴും സജീവമാണ്. നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് 2 വർഷം കാലാവധി നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 2027 ജൂലൈ വരെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമെങ്കിലും പുതിയ സർക്കാരിന്റെ നയം നിർണായകമാകും. സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളത്. മനോജ് എബ്രഹാമിന് 5 വർഷം സർവീസ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അസ്കുമാറും പട്ടികയിലുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തഴയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പ്രധാന ചുമതലയിലേക്ക് തിരികെ എത്തിക്കാൻ പുതിയ സർക്കാർ താൽപര്യപ്പെട്ടേക്കും എന്ന വാർത്തയും വരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേശനും സ്ഥാനചലനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പകരം P വിജയൻ അല്ലെങ്കിൽ ദിനേന്ദ്ര കശ്യപ് എന്നിവർക്ക് ക്രമസമാധാന ചുമതല ലഭിച്ചേക്കാം. P വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചാൽ ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയാക്കാൻ സാധ്യതയുണ്ട്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനകൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 10 വർഷമായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈംബ്രാഞ്ച്, അതുപോലെ ക്രൈം റെക്കോർഡ് ബ്യൂറോ, ആം പോലീസ് ക്യാമ്പ് എന്നിവിടങ്ങളിൽ തുടരുന്നവരുടെ പട്ടിക സംഘടനകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇവരെ കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റാനും പകരം കഴിഞ്ഞ ഭരണകാലത്ത് അകാരണമായി ജില്ലകൾക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ടവരുടെ തിരികെ നിയമിക്കാനുമാണ് നീക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ AR ക്യാമ്പ്, കമ്മീഷണർ ഓഫീസ്, കൺട്രോൾ റൂം തുടങ്ങിയ ഇടങ്ങളിൽ ഈ റൈറ്റർ തസ്തികകളിലേക്കിരുന്ന ഇടത് സംഘടനക്കാരെ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ എല്ലാം കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് കെട്ടുകെട്ടിക്കാനാണ് നീക്കം. ഭരണം മാറിയതോടുകൂടി ഗൺമാൻമാരെ ചുറ്റിപ്പറ്റിയുള്ള ദൂർത്തിനും അന്ത്യമാകും എന്നാണ് ഉറപ്പാവുന്നത്. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് കാട്ടി CPM നേതാക്കൾക്ക് വാരിക്കോരി നൽകിയിരുന്ന ഗൺമാൻ പടയെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കാൻ നടപടി തുടങ്ങിക്കഴിഞ്ഞു. EP ജയരാജൻ, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർക്കും പരാജയപ്പെട്ട ഒരു മുൻ കൗൺസിലർക്ക് വരെ നൽകിയ ഗൺമാൻ സുരക്ഷയും റദ്ദാക്കും. ഏകദേശം 500ഓളം പോലീസുകാരാണ് ഇത്തരത്തിൽ നേതാക്കൾക്ക് പിന്നാലെ നടക്കുന്നത്. ഇവരെ എല്ലാം ക്രമസമാധാന ചുമതലയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരെന്ന് ഉറപ്പിക്കുന്നത് മുൻപേ തങ്ങളുടെ ഇഷ്ടക്കാരെ ഗൺമാന്മാരാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ സമ്മർദ്ദം മുറുകുന്നുണ്ട്.